അപ്പിയൊക്കെ സൂങ്ങളൊക്കെ തന്നെ അല്ലേ? അയ്യേ, ഇങ്ങനൊരു ഭാഷ ഒരു രാജാവും പറഞ്ഞു കേട്ടിട്ടില്ല. എന്റെ ഭാരതി പ്രത്യേകം പറഞ്ഞതാ, കണ്ടകശിന് നേരത്തെ ഈ വക ഒരു പരിപാടിക്കും പോരുത്. കേട്ടില്ല. ഏതരണം കെട്ട നേരത്താണാവോ ദൈവമേ ഈ പിശാചുകളുടെ മുമ്പിൽ വന്നു പെട്ടത്. ഒന്ന് അടങ്ങിക്കറക. അമൃതയത്ത് തയ്യാറായിട്ടുണ്ട്. അതെന്താ അത്? മാമു മാമു ദേവരണോ കരകാ, നമുക്ക് ഉരുട്ടി വിഴുങ്ങാം. എനിക്കിങ്ങ് വേണ്ട. കുമാരനെ കാണാൻ എന്താ തഞ്ചാവൂർ കൊട്ടാരത്തിൽ നിന്ന് ഒരു തമ്പുരാൻ വന്നിട്ടുണ്ട്. നാടകം ബുക്ക് ചെയ്യാനായിരിക്കും. കുമാര ത്രിപുര സുന്ദരി, നീ മലയാളത്തിൽ പേശേ. പറഞ്ഞത് മലയാള. മൂലം തിരുനാൾ സുരേഷ് കുമാർ എന്നൊരു രാജാവ് വന്നിട്ടുണ്ട്. അയ്യേ, അതെന്തൊരു പേര്? അതെന്തോ ആട്ടെ, വാ നമുക്ക് മുഖം കാണിക്കാം. തന്റെ ഈ കാളമുഖം കാണിക്കും. ഞാനില്ല. കുമാരന്റെ വരെ പറഞ്ഞ് പല കൊട്ടാരങ്ങളിൽ നിന്നും തമ്പരാക്കന്മാരും തമ്പരാട്ടിമാരും കാഴ്ചദ്രവ്യങ്ങളുമായി വരും. മുഖം കാണിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ഒന്നുമില്ല. വാടാ പോനെ കനകാംബര, ഇതും അഭിനയത്തിന്റെ ഒരു ഭാഗമല്ലേ. നീ വാ. കിരീടവും ആടയാഭരണങ്ങളും അണിഞ്ഞ ഒരു രാജാവിനെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. ഭാഗ്യം. ഇന്നും പരമ്പരാഗത വസ്ത്രം ധരിച്ചു നടക്കുന്ന ഏതോ കൊട്ടാരത്തിലെ അംഗമാ. ചെന്ന് കാലിൽ വീണ് നമസ്കരിക്കേ. തിരുമനസേ, അനുഗ്രഹിച്ചാലും. അപ്പിയൊക്കെ സൂങ്ങളൊക്കെ തന്നെ അല്ലേ? അയ്യേ, ഇങ്ങനൊരു ഭാഷ ഒരു രാജാവും പറഞ്ഞു കേട്ടിട്ടില്ല. നീയാ? തൂണിലും തുരുമ്പിലും യന്ത്രന് എല്ലായിടത്തും ഈ മൂലം തിരുനാൾ സുരേഷ് കുമാർ കാണും. നിന്നെ എന്തിനാ പന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ ഉടപ്പിറന്നാളെ ഉപേക്ഷിച്ചിട്ട് നീ ഇവിടെ വന്ന് രാജാവായിട്ട് ക്ഷയിക്കാൻ നോക്കാണല്ലേ? വിളിച്ചോണ്ട് പോവാൻ വന്നേണി. ഒരു വേഷം. എത്രയും വേഗം സ്ഥലം കാലിയാക്കാൻ നോക്കട പരട്ടെ. കാണിച്ചു തരാം. തമ്പ്രാക്കന്മാരെ തോഴിയാരെ ഓടി വരി. നോക്കി നിൽക്കാതെ ഇവന്റെ വായിലേക്ക് തുണി കുത്തി തിരികടോ പന്ന തമ്പ്രാക്കന്മാരെ. കേട്ടോ, പൊതിഞ്ഞു കിട്ടി കേട്ടോ അവന്റെ മുഖം മാനകന്റെ. തഞ്ചാവൂർ കൊട്ടാരത്തിന്റെ ഒന്നും തമ്പുരാനാ. അദ്ദേഹത്തിനൊരു മോഹം കുമാരനുമായിട്ട് കണ്ണേറ്റ് കളിക്കണമെന്ന്. കുട്ടിക്കാലത്ത് സൂര്യന് കണ്ണുകെട്ടിക്കളി വലിയ ഇഷ്ടായിരുന്നു. പിന്നെ പുറകിൽ ഇങ്ങനെ തള്ളിയിട്ട് ഇങ്ങനെ ഇടിച്ചും കളിക്കുകയായിരുന്നു. എന്നാ ഇടിച്ചു കളിച്ചോട്ടെ. നിർത്തണ്ട, കളിച്ചോ. ചുറ്റിലും വെഞ്ചാമര വീശ അടിപൊളി തോഴികള്, പട്ട് മെത്തേക്കടത്തി മസാജ് ചെയ്യാൻ നല്ല നഗ്മയെ പോലത്തെ പെണ്ണുങ്ങള്, പോരാത്തതിന് രംഭ തിലോത്തമ്മയെ പോലുള്ള ഒരു കിടിലെ രാജകുമാരി സ്വന്തം. എന്റെ ഭാരതി, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഹൃദയങ്ങൾ പൊട്ടി മരിച്ചേനെ. അവ ഇനി വരൂല ഭാരതി, അവ അവിടുത്തെ ശ്രീകൃഷ്ണനാണ്. പോണാൽ പോകട്ടും പോരായ്യാ. നീ റെഡി ആയിക്കോ. ഒന്നുകിൽ MC കട്ടപ്പന, അല്ലെങ്കിൽ കണ്ണൂർ വാസൂട്ടി. ആരെ വേണോന്ന് നീ ഒന്ന് മൂളി തന്നാ മതി. എത്ര പേരാണെന്നറിയാ വെയിറ്റിംഗ് ലിഫ്റ്റില്? പറ ഓടപ്പെടുന്നാളെ പറ. കല്ല കഥകൾ കേട്ട് കാറ്റ് പെയ്യ. പ്രിയപ്പെട്ട ഭാരതി, നിന്റെ കനകേട്ടം വല്ലാത്തൊരു പുലിവാലിപ്പെട്ടിരിക്കുക. നീയും മോളും എന്നോട് ക്ഷമിക്കണം. ഞാൻ എത്രയും വേഗം ചാടി വരും. അതുവരെ ബുക്ക് ചെയ്ത നാടകം എല്ലാം കളിക്കണം. പാപ്പനം കൂടുക എങ്ങനെയോ നെയ്യാറ്റിങ്കര പൊന്നപ്പനെയോ എനിക്ക് പകരം നീ ദുഷ്യന്തനാക്കണം. പക്ഷെ ഒരു കാര്യം, തൊട്ടും പിടിച്ചുള്ള അഭിനയൊന്നും വേണ്ട കേട്ടോ. അയ്യോ, కొట్టారతలే డాన్స్ మాషా. భయపడవద్దు, నేని బంధువుని. పేరు నరసింహరాజు. రాజమండ్రిలోని కాంతి పాలస్ నుంచి వస్తున్నాను. മനസ്സിലായില്ലണ്ടി. ഞാൻ നരസിംഹൻ, സൂര്യനാരായണന്റെ ബന്ധുവാ. ഹലോ. ഹലോ. സൂര്യൻ വന്നില്ലായിരുന്നെങ്കിൽ ശരിക്കും കാഞ്ചനയെ കെട്ടേണ്ടത് ഈ ഞാനാ. നീ വന്നതുകൊണ്ട് ആ ഭാരം എന്റെ തലേന്ന് ഒഴിഞ്ഞു. അല്ല, അതിന് ഞാന് ഇഷ്ടമല്ലെന്ന് പറയാൻ പോണോ? അത് പറ്റില്ല. ഇഷ്ടപ്പെട്ടേ പറ്റൂ. കല്യാണം കഴിച്ചേ പറ്റൂ. ഇവിടെ സ്ഥിരതാമസമാക്കിയേ പറ്റൂ. എന്താണെന്നറിയോ? 24 വർഷം കാത്തിരുന്ന അവൾ നിനക്ക് വേണ്ടി. భాగ్యవానా నీ. మామగారు చూసావా, అచ్చం సూర్యనారాయణ లాగే ఉన్నాడు. ഈശ്വര, കണ്ടോ നമ്മുടെ കുമാരിയുടെ മുഖത്ത് ഒരു തെളിച്ചം കണ്ടോ? സൂര്യൻ ഇങ്ങ് വന്നപ്പോഴേക്കും വിടർന്ന താമര പോലെയായി മുഖം. എന്താ കുമാരന്റെ ഒരു ഗാംഭീര്യം! ഈ തലയെടുപ്പ് രാജാവിന്റെ തന്നെയാണ്. കാഞ്ചനയും സൂര്യനും ശരിക്കും ശ്രീരാമനും സീതയും പോലെ അല്ലേ ത്രിപുര സുന്ദരി? അതെ അതെ, പക്ഷെ രാമന്റെ സീതയുടെ ഗതി ആവോ രാജാവേ? അതെന്താടി? വനവാസം കഴിഞ്ഞു വന്നപ്പോ രാമൻ സീതയെ സംശയിച്ചില്ലേ? ആഹാ, രാമന് സീതയുടെ ചാരിത്രശുദ്ധിയിൽ ലെവലേശം സംശയമുണ്ടായിരുന്നില്ല.
പക്ഷേ പ്രജകൾക്ക് വേണ്ടി അഗ്നിപരീക്ഷ നടത്തേണ്ടി വന്നു. സത്യവും തെളിഞ്ഞു. അതുപോലെ ഇവിടെയും ഒന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഇത് ശരിക്കും സൂര്യനാരായണൻ തന്നെയാണോന്ന്. അതിന് ചില പരീക്ഷകൾ നടത്തണം. എന്ത് പരീക്ഷ? എഴുതിയാ ജയിക്കുന്നത് വല്ലതും ആണോ? തീർച്ചയായും ഒരു യഥാർത്ഥ രാജകുമാരന് സാധിക്കാവുന്നതേ ഉള്ളൂ. അതെയോ? ഓ, കളരിപ്പയറ്റ്. సూర్యనారాయణ గారు గెలుస్తారా? മലയാളത്തിലെ ചെപ്പടി. താൻ കുറെ നേരമായില്ല കിടന്ന് തുള്ളാൻ തുടങ്ങിയിട്ട്. ദേ ഇനി അനങ്ങിയായിട്ടല്ല കണ്ണിയാൻ കുത്തിപ്പൊട്ടിക്കും. അത് ന്യായം. അതെ, ക്ഷത്രിയനാണ് സൂര്യനാരായണനാണ് അതൊക്കെ തെളിയിക്കാൻ ആയുധ പരീക്ഷണത്തിന് ഞാൻ തയ്യാറാ. പക്ഷേ അല്പം കൂടി സ്റ്റാൻഡേർഡുള്ള ആളുകളെ പയറ്റാൻ കൊണ്ട് തരണം. അല്ലാതെ വഴിയിൽ പിടിച്ചോണ്ട് ഇതുപോലുള്ള അലവലാദികളുമായിട്ട് ഏറ്റുമുട്ടാൻ എന്നെ കിട്ടില്ല. അതെ, രാജകുമാരൻ പറഞ്ഞതാ അതിന്റെ ശരി. എവിടെ നിന്ന് കിട്ടി ഈ കാട്ടുവാക്കാനെ? ഗുസ്തി. അമ്മേ, അയ്യേ മേത്തോടുന്നു എന്നെയോ ഷംനാക്കാതി ദിയാക്രിസേ ദർഫ കുഹുരഹു സുദുനഹിയുദു തന്നിരിക്കുന്നു. നീ എന്തോടാ തെളിവാനോട് ചോദിച്ചത്? ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര ഞരമ്പുകളുണ്ടെന്ന് ഗുസ്തിക്കാരനല്ലേ കുറഞ്ഞ പക്ഷെ അതെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ? അത് നീ ഏത് ഭാഷയിലാ ചോദിച്ചത്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കാലി വീണ് തൊഴുതില്ലേ, അപ്പൊ സംഗതി വിട്. തീർന്നില്ല, അടുത്തത് മല്ലയുദ്ധമാ. ബുദ്ധി ഉപയോഗിച്ച് നീ പലതിലും രക്ഷപ്പെട്ടു. ഇനി ശക്തി ഉപയോഗിച്ച് നോക്കാം. ഞാൻ രാജകുലമാണ്. എന്താ സ്റ്റാൻഡേർഡ് മതിയോ? രാജകുലത്തിന് നല്ല നാടൻ അടിയറിയോ? ഇതല്ലേ നാടൻ. ഇത് നാടന. സൂര്യനാരായണൻ നീണാൾ വാഴട്ടെ. കനകാംബരൻ രക്ഷപ്പെടട്ടെ. 3 അല്ല 30 ലക്ഷം തരാന്ന് പറഞ്ഞാലും ഇനി ഇവിടെ കിടന്ന് ഇടികൊള്ളാൻ ഞാനില്ല. എന്റെ ഭാരതി, ഞാനിതാ വരുന്നു. അമ്മുട്ടി മോളെ, അച്ഛൻ വരുന്നടാ. കുമാരൻ എങ്ങോട്ടാ? കാശിക്ക്. ദേവര് രാജാവ് ഒന്ന് നിന്നേ രാജാവേ. രാജാവ് രക്ഷിക്കണം. എന്റെ ഭർത്താവിനെ ഈ കൊട്ടാരത്തിൽ ഏതോ സാമദ്രോഹികളെ ബന്ദിയാക്കി വെച്ചിരിക്കുക. എനിക്കെന്റെ ഭർത്താവിനെ വിട്ടുതരണം. അമ്മേ, രാജാവിന് അച്ഛന്റെ മുഖം. എന്നാത് വേഷം മാറിയ കരകേട്ടൻ തന്നെയാ. വിളിക്കണേ അച്ഛാന്ന്. മോളെ കരകേട്ടാ, ഇത് നിന്റെ കഥ കേട്ടത് വല്ല സ്വന്തമായിട്ടത്? മിണ്ടരുത്, ഇതെന്റെ ഭാര്യയും കുഞ്ഞുവാ. എന്റെ കരകേട്ടനെ ഞാൻ കൊണ്ടുപോകും. അച്ഛൻ നമുക്ക് പോവാം. ഇന്ന് എവിടെയാ നാടകം?
ബുദ്ധിമോശം കാണിക്കരുത്. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വന്നതാ. കുട്ടാ, പറഞ്ഞത് കൂടാതെ ദർശുങ്ങനെ ഇടിച്ചത് ചേർത്ത് 3,10,000 തരാം. നിങ്ങളുടെ ലക്ഷങ്ങൾ കൊണ്ട് കുഴിച്ചിട്. എനിക്ക് എന്റെ കുടുംബം വലുത്. എന്റെ ഭാരതീയെ പിരിഞ്ഞ് ഇന്നേ വരെ ഞാൻ കഴിഞ്ഞിട്ടില്ല, അറിയോ? ഇത്രയേ ഉള്ളൂ. ആര് പറഞ്ഞു പിരിയണമെന്ന്? ദുഷ്ടനായി കനകേട്ടൻ. ഞാൻ എത്ര വിഷമിച്ചെന്നറിയോ? എന്റെ ഭാരതി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അയ്യോ, മീശ തുടരുത്. ചതി പറ്റിപ്പോയതല്ലേ. നിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാന്നല്ലേ ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി പെണ്ണാണെന്ന്. അതെ, ഇതാകെ കുഴപ്പം പിടിച്ച സ്ഥല. ഇവിടത്തെ പ്രാന്തം തമ്പുരാക്കന്മാരുടെ കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. സ്ഥലം വിടാനോ? എടോ പന്ന തമ്പുരാക്കന്മാരെ, ഞങ്ങൾക്ക് പോണം. ഞാൻ കൊന്നുകളയും. ഞാൻ കൊല്ലടോ. അയ്യോ, ഞങ്ങളെ കൊന്നിട്ട് പോയാ മതി, അല്ലാതെ വിടത്തില്ല നിന്നെ. നീ പോയാ ഇവിടെ നിങ്ങൾക്ക് സൂചി കുത്താൻ ഇടവും കിട്ടില്ല. കല്ലറ കിടന്ന് അഴിയണ്ട. വേവോളം നിൽക്കാമെങ്കിൽ 6 നിന്നുകൂടെ. ഞങ്ങൾക്കും നിങ്ങൾക്കും കൈ നിറയെ പണം. അതുപേക്ഷിച്ച് പോകരുത് കനക. ശരി, എന്റെ ഭാര്യ എന്റെ കൂടെ വേണം. നിന്റെ കൂടെയോ? എന്റെ കൂടെ അല്ലാതെ പിന്നെ തന്റെ കൂടെ കഴിയണം. കനക, നീ ഇപ്പൊ കനകനല്ല, സൂര്യനാരായണനാ. അത് ഓർമ്മ വേണം. നിന്റെ ഭാരതയും കുഞ്ഞും ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഒരു കാരണവശാലും ആരും കണ്ടുപിടിക്കരുത്. മോളെ, സൂര്യന് വയറ്റിന് നല്ല സുഖമില്ല. ഇവിടുത്തെ ആഹാര രീതികളൊന്നും കുമാരന് പിടിക്കുന്നില്ലായിരിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഓരോ ദേശത്തും ഓരോ ആഹാര രീതികളല്ലേ കുമാരി. എന്തായാലും പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി. വിളിക്കൂ ചേട്ടാ. ശശികലയെ, ശക്തികുളകര കൊട്ടാരത്തിലെ പാചകക്കാരൻ മാധവക്കുറുപ്പിന്റെ മകളാ. അച്ഛൻകുറുപ്പിന്റെ കൈപുണ്യം അപ്പാടെ കിട്ടിയിട്ടുണ്ട്. ഭർത്താവുമായ ഒരു അല്പം കാശവിശ. ഇവിടെ താമസിച്ച് കുമാരന് വേണ്ട എല്ലാ പാചകങ്ങളും ചെയ്തോളും. കുമാരന് നാവിന് ഇഷ്ടപ്പെട്ടതൊക്കെ ഒരു കുറവും കൂടാതെ ഉണ്ടാക്കണം. പറ്റുമോ? ഓ, ഇന്നു മുതല് കുമാരൻ ഉണ്ടാക്കുന്നതൊക്കെ തന്നെ മതി എനിക്ക്. കുമാരി, എന്താ ഈ പറയുന്നത്? പരിചയമില്ലാത്ത ഭക്ഷണപാനീയങ്ങളൊന്നും വേണ്ട. എന്റെ പ്രിയതമൻ എന്ത് കഴിക്കുന്നോ അത് മതി എനിക്കും. ഓ, അവളുടെ ഒരു പ്രിയതമൻ. ആ ശശികലെ, കുക്കിംഗ് മാത്രം പോരാട്ടോ. ഒഴിവ് കിട്ടുമ്പോ എന്റെ അടുത്തേക്ക് വരണം. എനിക്ക് നിന്നെ ഇഷ്ടായി. വന്നല്ലോ വയച്ചു വേദന. കുമാരന് വേണ്ടി കുമാരൻ നിയമിച്ച പാചകക്കാരിയാണ്. ഉണ്ടാക്കുന്നൊക്കെ കൊള്ളാം. ഇത്തിരി വൃത്തിയും വെടിപ്പൊക്കെ വേണം. ഒരുപാട്. എന്താ പേര്? ശശികല. ഭർത്താവില്ലേ? ഉണ്ട്. ഒരു ഉണക്ക നാടക നടൻ കനകാംബരൻ. നാടകം നടത്തി കെട്ടുതാലി വരെ വിറ്റു തുറച്ചു. കുമാരൻ പോവുകയാണോ? എനിക്കൊരു നീരാട്ട് നടത്തണം. ഉഷ്ണം. കുറച്ചുനാൾ ബോംബെയിലായിരുന്നില്ലേ ശശികലയെ കുഞ്ഞും? അവിടുന്ന് കിട്ടിയ ഹിന്ദിയാ. ഓ, ഹിന്ദി പഠിച്ചതിന്റെ ഒരു മുഖേ. ഇവിടെ ഹിന്ദി വേണ്ട, തെലുഗു, മലയാളം, ഏമണ്ടി ഈമണ്ടി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലേ കുമാരി? കാര്യങ്ങളുടെ പോക്ക് തലതിരിഞ്ഞിട്ടാ അല്ലേ സുന്ദരി? എനിക്ക് റാണിയുമായിട്ടുള്ള അടുപ്പം കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും പുതിയ തൊഴിയുടെ നിയമനം. എല്ലാം കൈവിട്ട് പോവാ രാജൻ. രാജു, ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും അവൻ ഒറിജിനൽ തന്നെയല്ലേ. എന്റെ നാനാകാരം മുതൽ തുടങ്ങിയ ശ്രമമാ ഇവിടം സ്വന്തമാക്കാന്നുള്ളത്. അച്ഛന്റെ 24 വർഷത്തെ സ്വപ്നം. ഈ മകനത് സാധിക്കും. എന്ത് വില കൊടുത്തു? കുമാരി, മാമമാരോ? എന്താ അതിലുണ്ടോ? ഉണ്ടയില്ലാതെ എന്തിനാ മാമ തോക്ക്? ഞങ്ങൾക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ടായിരുന്നു. അതിനെന്തിനാ മുഖവുര? വെടിവെക്കില്ലെന്ന് ഉറപ്പ് വേണം. അപ്പോ സംഗതി അല്പം ഗൗരവമുള്ളതാ. ശരി, വെടിവെക്കില്ല. പറ. രാജകുമാരനെ കൊണ്ടുവന്നാൽ ഞങ്ങൾക്കൊരു വിഹിതം തരാമെന്ന് കുമാരി വാക്ക് തന്നതാ. വൈകിക്കരുത്, വിഹിതം തരണം. വിഹിതം തരും. പക്ഷേ അതിനു മുമ്പ് അവൻ തന്നെയാണ് രാജകുമാരനെന്ന് ഉറപ്പിക്കണം. നരസിംഹ, വെറുതെ മനുഷ്യരെ ഭ്രാന്ത് പിടിപ്പിക്കല്ലേ. ഇനി എന്ത് തെളിയിക്കാൻ? പരീക്ഷകളെല്ലാം കഴിഞ്ഞല്ലേ? അതെ, കുസ്തി, വാൾപ്പയറ്റ്, മല്ലയുദ്ധം, നാടനടി. ഇനി എന്ത് പരീക്ഷ? പരീക്ഷണങ്ങൾ അവസാനിച്ചിട്ടില്ല. എന്നും ഇങ്ങനെ പരീക്ഷ നടത്താൻ നരസിംഹൻ എന്ത് വൈസ് ചാൻസലറാണോ? കാന്തപുരം കൊട്ടാരം എന്താ യൂണിവേഴ്സിറ്റിയാണോ? നിങ്ങളൊക്കെ എന്നെ തെറ്റിദ്ധരിച്ചതാ. അവൻ സൂര്യനാരായണൻ അല്ല എന്ന് തെളിയിക്കാനല്ല, ആണ് എന്ന് തെളിയിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ക്രാന്തി പാലസിലേക്ക് ആളെ വിട്ടിട്ടുണ്ട്. ഏമണ്ടി, എന്തിന്? കൂട്ടിക്കൊണ്ടുവരാൻ ഗുരുജി ഇന്ദ്രസേന റെഡ്ഡിയെ. രാജകുമാരനെ തിരിച്ചറിയാൻ സാമുദ്രിക ലക്ഷണങ്ങളുണ്ട്, രാജമുദ്രകളുണ്ട്. അതറിയാവുന്ന ഒരേ ഒരാൾ ഗുരു മാത്രം. കുമാരി, ഈ നരസിംഹന് വട്ട. എന്തിനാ കുലഗുരുവിനെ വരുത്തുന്നത്? വേണ്ടാന്ന് പറ കുമാരി. സൂര്യനാരായണൻ തന്നെയാണ് ഇവിടെയുള്ളതെന്ന് എനിക്ക് സംശയമില്ല.
കേട്ടോ കേട്ടോ കുമാരിക്ക് ഉറപ്പാ പിന്നല്ലേ. പക്ഷേ കുമാരി, ആരുടെങ്കിലും മനസ്സിൽ സംശയം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? ഏമന്റെ വീരു കൊളവാക്കോടി. അമ്മാവ, എന്തോ കുലഗുരു വരട്ടെ. ഇവിടെയുള്ളത് ശരിക്കും സൂര്യനാരായണൻ തന്നെയാണെന്ന് എല്ലാവർക്കും വിശ്വാസം വരട്ടെ. എന്തിന് തലവേളയ്ക്ക് ഓടി രക്ഷപ്പെട്ടോ, കുലഗുരു വരുന്നു. അതേത് പുതിയ കുരിശ്? നിന്നെ തിരിച്ചറിയാൻ കുലഗുരു വരുന്നു. കൊലഗുരുവാര് സേതുരാമയ്യർ CBI. നിന്റെ കണ്ടാൽ ആ നിമിഷം കള്ളനാണെന്ന് കണ്ടുപിടിക്കും.